ഇനി ആ ക്വസ്റ്റ്യൻ്റെ തന്നെ ബാലൻസ് ആണ്. നമുക്ക് ലെങ്ത് ഓഫ് വയർ കണ്ടെത്തണം, എസ്റ്റിമേഷൻ ഓഫ് മെറ്റീരിയൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്ലാൻ. ഇതിൻ്റെ ഒരു 3D ഇമേജ് നമ്മൾ വരയ്ക്കാൻ നോക്കും. അപ്പോൾ ഇതാ റൂം എന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡ്സൊക്കെ ഈ 5 മീറ്ററിൻ്റെ ഒരു നടുക്കായിട്ടാണ് വെച്ചേക്കുന്നത്. അതേപോലെ ഇവിടുത്തെ പവർ സോക്കറ്റ് ഈ 3.5ൻ്റെ ഒരു നടുക്കായിട്ട് തന്നെ വെച്ചേക്കുന്നത്. ഫാനും മിഡിലാണ്. ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ നടുക്കാണ് ഈ ലാമ്പ് വരുന്നത്. ഈ ഒരു പോർഷൻ്റെ നടുക്കാണ് ഈ ലാമ്പ് വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ വയ്ക്കുന്ന നമ്മളൊരു ഈ ചുമരുന്ന ഒരു 1 മീറ്റർ മാറിയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ വയ്ക്കുക. അത് നോർമലി റൂൾ അങ്ങനെയാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വയ്ക്കാനുള്ള ഫ്ലോറിന്ന് മുകളിലേക്കുള്ള ലെങ്ത്ത് മീൻസ് 1.5 മീറ്റർ ആയിരിക്കണം. അതേപോലെ സ്വിച്ച് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ 1.25 മീറ്റർ എബവ് ആയിരിക്കണം വയ്ക്കേണ്ടത്. പിന്നെ പവർ സോക്കറ്റും അതെ 1.25 മീറ്റർ എബവ് ആണ് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് കണ്ടോ 1.5 മീറ്റർ ഫ്രം ദി ഫ്ലോറാണ് വെച്ചേക്കുന്നത്. അതേപോലെ സ്വിച്ച് ബോർഡ് 1.25, പവർ സോക്കറ്റ് 1.25 തന്നെ. അപ്പോൾ സ്വിച്ച് ബോർഡിൽ നിന്ന് പിന്നെ നമ്മൾ ഈ വയറുകൾ എടുത്തിട്ട് ഈ ഫാനിലേക്കും ബൾബിലേക്കൊക്കെ എത്തിക്കണം. അപ്പോൾ ഈ കോൺഡ്യൂട്ട് പൈപ്പ് നമ്മൾ പോവുക ഒരു 2.5 മീറ്റർ ഫ്രം ദി ഫ്ലോർ ലെവൽ എബോവിലാണ് നമ്മൾ വയറൊക്കെ പോവുക. അപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ 1.25 ഉണ്ട്. ഇനി അത് 2.5 ആക്കണമെങ്കിൽ ഒരു 1 മീറ്ററും കൂടെ അതിനെ പൊക്കണം. പിന്നെ അത് ഈ ചുമരിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 മീറ്റർ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ അത് സ്വിച്ച് ബോർഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് ബോർഡിൽ നിന്ന് അടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും 2.5 മീറ്റർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് സ്വിച്ച് ബോർഡിലേക്ക് ഒരു വയർ പോവും. പിന്നെ മുകളിലേക്ക് പോയിട്ട് ഫാനിക്കും ബൾബിക്കൊക്കെ പോവും. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുതാം. ലൈറ്റ് സബ് സർക്യൂട്ടിന് എത്ര വയർ വേണ്ടി വരുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഇങ്ങോട്ട് പൊക്കി 1 മീറ്റർ, പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പോൾ 1 മീറ്റർ, പിന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ലെങ്ത്തേക്ക് കൊണ്ടുവന്നപ്പോൾ 2.5 മീറ്റർ. പിന്നെ ടോട്ടൽ ഹൈറ്റ് 3 ആണ്. 2.5ലാണ് നിൽക്കണം. ഇനി സീലിംഗിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു 0.5 കൂടെ കൊടുക്കണം. അപ്പോൾ ആ 0.5 കൊടുത്തു. പിന്നെ ഫാനിലേക്ക് എത്തണമെങ്കിൽ 3.5ൻ്റെ പകുതി 1.75. പിന്നെ ആ ഫാനിൽ നിന്ന് അങ്ങോട്ടും പോവും 1.75, ഇങ്ങോട്ടും 2.5 പോവും. അപ്പോൾ ഇത് കിട്ടി. ഇനി 1.25 എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ബോർഡിക്കും വയർ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് പറയുന്നത് ഇത്രയും 1.25 ആണ്, ഇത്രയും 0.5 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് 3ന്ന് ബാക്കിയുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1.25 കിട്ടും. ആ 1.25 എഴുതി. പിന്നെ അപ്പോൾ നമുക്ക് കിട്ടുക 12.25 ആണ്. പക്ഷേ ബൾബ് സീലിങ്ങിൻ്റെ മേലെയല്ലല്ലോ നിൽക്കുക, ഇത്തിരി ഇറങ്ങിയിട്ടല്ലേ നിൽക്കുക. ആ റൂളിലുണ്ട് 0.5 ഇറങ്ങിയിട്ടായിരിക്കും ബൾബൊക്കെ നിൽക്കുക. അപ്പോൾ ഇവിടെയും ഇറക്കണം. അപ്പോൾ അതാണ് ഈ ഒരു ഇത് കൊടുത്തത്. പക്ഷേ ഫാനിന് നമ്മൾ കൊടുത്തില്ല, കാരണം ഫാനിൻ്റെ സാധനം സീലിങ്ങിൽ തന്നെ ഉണ്ടാവുക. ബൾബിൻ്റെ ഹോൾഡറാണ് ഇത്തിരി ഇറങ്ങിയിട്ടുണ്ടാവുക. അതാണ് 0.5 ഇവിടെ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇത് ജസ്റ്റ് വയറുകളുടെ ലെങ്ത്തേ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി ഫേസും ന്യൂട്രലും വെച്ച് നോക്കുമ്പോൾ കേബിൾ ലെങ്ത്ത് എത്ര വേണം എന്ന് നോക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. കിട്ടിയ സാധനത്തിന് × 3 ചെയ്യുക, പ്ലസ് ഒരു ലോസൊക്കെ സംഭവിക്കാം, 10% ലോസ് സംഭവിക്കാം. അപ്പോൾ ഇത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര കിട്ടും. അത് പ്ലസ് 10% ഓഫ് അത് കൂടെ ആഡ് ചെയ്യണം. 10% ഓഫ് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ മീറ്റർ നോക്കാൻ. അതേപോലെ തന്നെ പവർ സബ് സർക്യൂട്ടിലാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ പോയി ഡബിൾ ലൈൻ വെച്ചത് ഒരെണ്ണം പവറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് 1 മുകളിലേക്ക് പോയി, പിന്നെ 1 സൈഡിലേക്ക് വന്നു, 2.5 ഇങ്ങോട്ട് വന്നു. ഈ സ്വിച്ച് ബോർഡിലേക്ക് പവർ സബ് സർക്യൂട്ടിൻ്റെ സ്വിച്ച് ഇവിടെ അല്ല വെക്കുക, ഇതിൻ്റെ കൂടെ തന്നെ വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല. നേരെ ഇതിലേക്ക് പോയി ഇങ്ങനെ പോയി ഇവിടെ എത്തി. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് 11 മീറ്ററിന് കിട്ടി. ഫേസും ന്യൂട്രലും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എത്ര കേബിൾ വേണമെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ പവറിലാണെങ്കിൽ 2 കിട്ടിയ വാല്യൂ ചെയ്യുക. അപ്പോൾ 2 × 3 വരുമ്പോൾ 22 വരും. അത് പ്ലസ് 10% ലോസ് ഉണ്ടാവും, അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആ 10% ഓഫ് ഇത് കണ്ടുപിടിച്ചിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 24.2 മീറ്ററിന് കിട്ടി. അപ്പോൾ ലൈറ്റ് സബ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വയർ 1 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ കോപ്പറാണെങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി 44 മീറ്റർ വേണം. പിന്നെ പവർ സബ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വയർ 2.5 മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അത് ഒരു
25 മീറ്റർ വേണം. ഇനി എർത്തിങ് വയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെയിം ആസ് പവർ ലോഡാണ് കേട്ടോ. പവറിന് എത്ര വയർ വേണ്ടി വന്നു, എത്ര ലെങ്ത്ത് വേണ്ടി വന്നു, അത് തന്നെയായിരിക്കും എർത്തിനും വേണ്ടി വരിക.